ദൈവനാമം മഹത്വപ്പെടട്ടെ. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 28-ാം തിരുവചനം മുതൽ 3-ാം അധ്യായം 1-ാം തിരുവചനം വരെയുള്ള ഭാഗത്ത് കൊടുത്തിരിക്കുന്ന സന്തോഷിക്കുവാനുള്ള ആഹ്വാനത്തിനൊടുവിൽ, എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിക്കുവിനെന്ന പരിവർത്തന കൽപ്പനയോടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനം 2:19 മുതലുള്ള ചിന്ത അവസാനിപ്പിക്കുന്നത്. ക്രിസ്തുവിലുള്ള സന്തോഷം വെറുമൊരു വികാരമല്ല, മറിച്ച് ദൈവം ആരാണെന്നും അവൻ എന്ത് ചെയ്തുവെന്നും ഉള്ള തിരിച്ചറിവാണിത്. ലക്ഷോപലക്ഷം ജനങ്ങൾ ഉത്കണ്ഠാകുലരായി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് പറയുന്ന ദൈവശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുവാനും ക്രിസ്തുവിൽ സന്തോഷിക്കുവാനുമായി എന്തിനും ഏതിനും കർത്താവിൽ ആശ്രയിക്കുന്ന, ആത്മാവിലെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാകണം നാം. അതെ, എന്തിനും ഏതിനും അവനിൽ ആശ്രയിക്കുക. അപ്പോൾ ആ ആശ്രയം ഉത്കണ്ഠയ്ക്കുള്ള പ്രതിവിധിയായിത്തീരും. കാറ്റിൽ നിന്നും കോളിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാനായി സ്ഥിരമായ സന്തോഷം അനുഭവിക്കുവാൻ ക്രിസ്തുവാകുന്ന തീരത്ത് നാം നങ്കൂരമിടുവാൻ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജയിലിൽ കഴിയുമ്പോഴും, വധശിക്ഷയ്ക്ക് വിധേയരാകുമ്പോഴും, സുഹൃത്തുക്കളുടെ രോഗങ്ങളുടെ വൈകാരിക അധ്വാനം കൈകാര്യം ചെയ്യുമ്പോഴും പൗലോസ് സന്തോഷത്തിൽ ഉറച്ചു നിൽക്കുന്നു. കർത്താവിൽ എന്നതാണ് അപ്പോസ്തലൻ്റെ സന്തോഷത്തിൻ്റെ പ്രത്യേകത. വിശുദ്ധ വേദപുസ്തകവും വചനവും തരുന്ന സന്തോഷം അനുകൂല സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സന്തോഷമല്ല, ക്രിസ്തുവുമായുള്ള ഒരാളുടെ ബന്ധത്തിൽ നിന്ന് വരുന്ന സ്ഥിരവും ആഴത്തിലുള്ളതുമായ സംതൃപ്തിയാണിത്. സ്ഥിരവും ഉദ്ദേശപൂർണവും അമാനുഷികവുമായ കർത്താവിലെ സന്തോഷം സ്വായത്തമാക്കുവാൻ ഉപദേശിക്കുന്ന ഈ ഭാഗം 3-ാം അധ്യായത്തിൻ്റെ സ്വരസൂചകം സജ്ജമാക്കുന്നു. അത് 3-ാം അധ്യായത്തിൽ അവർ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾക്കും തെറ്റായ ഉപദേശങ്ങൾക്കും എതിരെ ഒരു സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. അവിടെ പൗലോസ് ഫിലിപ്പിയർക്ക് മതനിയമകർത്താക്കളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ക്രിസ്തുവിൽ അവരുടെ യഥാർത്ഥ അഭിമാനവും വ്യക്തിത്വവും കണ്ടെത്തുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സാരാംശത്തിൽ ആത്മീയ അസ്ഥിരതയ്ക്കും ബാഹ്യസമ്മർദ്ദത്തിനുമെതിരായ പ്രാഥമിക പ്രതിരോധം പരസ്പരം സജീവവും ത്യാഗപരവുമായ സ്നേഹത്തിലും ക്രിസ്തുവിൽ ഉറച്ചതും അതുല്യവുമായ സന്തോഷത്തിലും വേരൂന്നിയ ഒരു സമൂഹ ജീവിതമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് പഠിപ്പിക്കുന്നു. ഒടുവിൽ, എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിക്കുവീൻ എന്നത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അത് നിത്യമാണ്, അത് പൂർണ്ണമാണ്, അത് ഭയത്തെയും കഷ്ടതയെയും അലിയിച്ചു കളയുന്നതാണ്, ശാശ്വത സമാധാനത്താൽ ലഭിക്കുന്നതാണ്, അത് കൃപയാൽ ലഭിക്കുന്നതാണ്. അതിന് ക്രിസ്തുവിലുള്ള വിശ്വാസം അത്യന്താപേക്ഷിതമാണ്, അതിന് സമർപ്പണം ആവശ്യമാണ്. ക്രിസ്തീയ സ്നേഹം നമ്മിൽ നിറയുകയും നാം മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ നിന്ന് സമാധാനവും സമാധാനത്തിൽ നിന്ന് സന്തോഷവും ഉണ്ടാകുന്നു. ലോകത്തിൻ്റെയും സാത്താൻ്റെയും അധീനതയിൽ നിന്നും പുറത്തു വരുന്നവർക്ക് അത് ലഭിക്കും. നിശ്ചയം അത് പ്രാപിപ്പാൻ നാം യോഗ്യരാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.